വാർത്തയിലേക്ക് വിശദമായി. എറണാകുളം ഏലൂരിൽ വ്യവസായ സ്ഥാപനം പൂട്ടിച്ച CITU. VRL ലോജിസ്റ്റിക്സിന്റെ ഏലൂരിലെ ഡിപ്പോയാണ് അടച്ചുപൂട്ടിയത്. ഇതോടെ 150ഓളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും. കയറ്റിറക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു CITUവിന്റെ പിടിവാശി. വ്യവസായ മന്ത്രി P. രാജീവിന്റെ മണ്ഡലത്തിലാണ് സ്ഥാപനം അടച്ചുപൂട്ടിയത്. ഇവിടുത്തെ ഇതിന്റെ എഗ്രിമെന്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങള് അതിനോട് അനുബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇതായിട്ട്. അപ്പോൾ നമ്മളൊരു റേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മേലെ മറ്റ് യൂണിയൻ അതിന്റെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സ്ഥാപനം നിലനിന്ന് പോകണം, INTUCയുടെ ഇത് നിലനിന്ന് പോകണമെന്നുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. മാനേജ്മെന്റ് വിട്ടുവീഴ്ചക്ക് INTUC തയ്യാറാണ്. അങ്ങനെ രണ്ട് യൂണിയനും കൂടി അവരും കൂടി തയ്യാറായി കഴിഞ്ഞാൽ സ്ഥാപനം ഇവിടെ നിൽക്കും. ഇല്ല 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 ബ്ലോക്ക് ചെയ്തേക്കുന്നു. അവര് എല്ലാ ഇതിലേക്ക് നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ല ഇപ്പൊ നിലവില്. ഇപ്പൊ ഒരാഴ്ചത്തോളമായി ഈ ഇതിങ്ങനെ വന്നോണ്ടിരിക്കണം. അപ്പൊ ചർച്ച ഇങ്ങനെ പരാജയപ്പെട്ടപ്പോ അവർക്കിടേതായ വഴി കമ്പനി നോക്കണം. നിങ്ങൾക്ക് മാത്രം ജോലിയില്ലാണ്ട് ഇത് എത്രയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ എമൗണ്ട്? നിലവിൽ എത്ര നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? നമുക്ക് 150 യൂണിറ്റ് വെച്ചത്. ഇപ്പൊ നമ്മുടെ ഡിമാൻഡ് നമ്മൾ 150 പറഞ്ഞേക്കണേ. അവരെ നമുക്ക് എത്ര 200 അവരെ നമുക്ക് അറിയില്ല. നമ്മുടെ ഇത് 150 കൊടുത്തിട്ടുണ്ട്. 160 പറഞ്ഞേക്കണേ നമ്മുടെ. നമ്മിപ്പോ അതിന് പണിയാനും താല്പര്യമുള്ള ടീം നമ്മുടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല പോകാന്ന് പറഞ്ഞാൽ നടക്കണം സംസാരം വന്നേക്കണം നിലവിൽ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ അവര് സീറ്റിലുള്ള കാരണം അവർ ചർച്ച പറയാൻ പറ്റില്ല. അവര് പറഞ്ഞത് അവര് 160 പിടിച്ച് നിൽക്കണം. അവര് അതിനാ പറഞ്ഞേക്കണേ നമ്മുടെ അടുത്ത്. ചർച്ച നടന്നുകൊണ്ടിരിക്കണ്ടേ. ഇപ്പൊ അവര് നടന്നുകൊണ്ടിരിക്കണ്ട്. ലോഡ് എത്തുന്നില്ല. അവര് ബ്ലോക്ക് ചെയ്ത മനുഷ്യർ പറഞ്ഞേക്കണം. അവര് ബ്ലോക്ക് ചെയ്തേക്കുന്ന നമ്മുടെ പറഞ്ഞേക്കണേ. ഇവിടെ ഒരു 3 ബാച്ചാണ്. 3 ഷിഫ്റ്റില് 22 വെച്ചാണ് ഒരു ഇതില് 63 പേര് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് 3 ഷിഫ്റ്റായിട്ട്. അതില് ഒരുമിച്ച് CITയും തൊഴിലാളി മാത്രം കേട്ടാ. അത് CITയും അതിന്റെ ഒരുമിച്ച് വിഷയങ്ങൾ ഇവിടെ ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വിഷയം വന്നപ്പോഴാണ് ഇത് അടക്കാനുള്ള തീരുമാനം അയക്കണം തോന്നുന്നു. നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള പൈസ അത് വർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ട്. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ESF എല്ലാം പാക്ക അതിനെ കമ്മ്യൂണിറ്റി മോശം നമുക്ക് ഒന്നുമില്ല. വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സംഗതി നമുക്ക് റെഡിയാണ്. വേറെ സംഭവങ്ങൾ വേറെ ഒന്നുമില്ല. വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡൻസിനുള്ള പൈസ ഇതാണല്ലോ. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പാണ്. പിന്നെ ആൾക്കാർ നിലവിൽ ഈ യൂണിയൻ ഒറ്റ യൂണിയൻ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. INTUC യൂണിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാതാളത്തുനിന്ന് നിങ്ങൾ വരുമ്പോൾ INTUC മാത്രമായിട്ട് തുടങ്ങിയാണ്. നമ്മളിൽ നിന്ന് അടർന്നു പോയവരാണ് ഈ CITU ആയിട്ട് തിരിഞ്ഞിവിടെ വന്നേക്കുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദൂഷ്യം വന്നത്. ഇപ്പം ഒരു യൂണിയനോട് കയറിയുകൊണ്ട് ആ യൂണിയത്തിൻ്റെ അവരെയും കൂടെ അനുകൂലിക്കേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞ നിബന്ധനകൾ ഇപ്പോൾ 200 കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് ബാധിച്ചു. വേറെ തൊഴിലാളികൾ തമ്മിലുള്ള വഴക്കാവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമരമോ ഒന്നുമില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഇപ്പൊ ഇന്ന് അവർക്ക് മോളിൽ നിന്ന് ഇവിടുത്തെ സാറുമാർ വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോ നിലവിൽ പൂട്ടിക്കോന്നുള്ളൊരു ഓർഡർ ഇട്ടെന്ന് പറയുന്നു. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അവിടുത്തെ തൊഴിലാളികളുടെ ആശങ്കകളാണ് നമ്മൾ കണ്ടത്. അനീഷ്, ഈ കയറ്റിറക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്ന CITUവിന്റെ ഒറ്റ നിലപാടിലാണോ VRL ലോജിസ്റ്റിക്സ് പോലെ നിരവധി ശാഖകളുള്ള ഒരു സ്ഥാപനം ഈ ഏലൂരിലെ ഡിപ്പോ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം സ്റ്റോക്ക് എത്തിക്കുന്ന VRLന്റെ ഒരു ഗോഡൌൺ ആണ് നമുക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നേരിട്ട് ജോലി ചെയ്യുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 65ഓരം തൊഴിലാളികൾ, കയറ്റിറക്ക് തൊഴിലാളികളുണ്ട്. നമുക്ക് കാണാം വളരെ ദിവസങ്ങളായി നിർത്തിയിട്ടിരിക്കുന്ന ലോറികളും മറ്റുമൊക്കെ. അത്തരത്തിൽ ലോറികളിൽ ജോലി ചെയ്യുന്ന ക്ലീനർമാർ, ഡ്രൈവർമാർ, ഒപ്പം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ, ഒപ്പം ഉള്ളിൽ ഉണ്ട് ഈ VRLന്റെ നേരിട്ടുള്ള ജീവനക്കാരായ ഒരു 60ഓളം ആളുകൾ വേറെയുമുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾക്കാണ് ഇപ്പോൾ ഒരാഴ്ചയായി
ഒരാഴ്ചയായി ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ലോഡിന്, അതായത് ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം 7 ടൺ ലോഡ് വരെ ഇറക്കുന്നതിനുള്ള അനുമതിയാണ് ഉണ്ടായിരുന്നത്. അതിന് 140 രൂപ വെച്ചാണ് ഒരു ലോഡിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ശമ്പളം 160 ഉയർത്താമെന്ന് തൊഴിലാളികളുമായുള്ള ചർച്ചയിൽ മാനേജ്മെന്റ് ധാരണയായി. അതായത് 20 രൂപ ശമ്പള വർധനവ് ഒരു ടണ്ണിന് നൽകാമെന്ന്. പക്ഷേ CITU അത് 200 രൂപയാക്കി ഉയർത്തണമെന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള പിന്നോട്ടുപോക്കും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് പിന്നിൽ കാണുന്ന ഈ തൊഴിലാളികളൊക്കെ ഈ മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന ഈ വേതന വർധനവിൽ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CITU 200-ൽ കുറഞ്ഞൊരു തീരുമാനത്തിനെ അനുകൂലിക്കുന്നില്ല എന്ന ശക്തമായ നിലപാടെടുത്തുകൂടിയാണ് ഈ മാനേജ്മെന്റ് ഈ വെയർഹൌസ് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും ലേബർ ഓഫീസിലേക്ക് ക്ലോഷർ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരാഴ്ചയായി ഈ ഗോഡൌണിലേക്ക് ഒരു തരത്തിലുമുള്ള ചരക്ക് സാമഗ്രികൾ വരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഈ കാണുന്ന തൊഴിലാളികൾ ഇതുപോലെ ഈ സ്ഥാപനത്തിലേക്ക് വരും, നിരാശരായി വൈകുന്നേരം മടങ്ങും. 1 രൂപയുടെ പോലും ജോലി ചെയ്യാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ ജോലി ചെയ്താൽ ഒരു ദിവസം 1000-ന് മുകളിൽ രൂപയ്ക്ക് ഇവിടുത്തുള്ള തൊഴിലാളികൾക്ക് പണിയാൻ കഴിയും. എന്തായാലും 10-25,000 രൂപ ഒരു മാസം ഈ ഇവിടുന്ന് ലഭിച്ചാൽ അവരുടെ കുടുംബകാര്യങ്ങൾ, ലോൺ അടക്കമുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നടത്താമായിരുന്നു. മറ്റ് ESI, PF അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. ഒറ്റ പിടിവാശിയിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം പൂട്ടുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്കെന്തായാലും തൊഴിലാളികളോട് തന്നെ ചോദിക്കാം അവരുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി. വളരെ കൃത്യമായും മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സ്ഥാപനമല്ലേ? സ്ഥാപനമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇതായിരുന്നു നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസം, ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഇത്ര തൊഴിലാളികൾ എല്ലാവരും ഇപ്പോൾ പട്ടിണിയിൽ ഇതിലായിരിക്കുകയാണ്. നിങ്ങളൊരു വലിയ വർധനവില്ലെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ INTUC അതിന് എല്ലാം പറഞ്ഞെല്ലാം റെഡിയാക്കിയതാണ്. അപ്പോൾ അവരെ ഇറങ്ങിപ്പോയത് സീറ്റ് സമരത്ത് ചർച്ച നിന്നില്ല, സാർമാർ വിളിച്ചിട്ട് നിന്നില്ല, ഇറങ്ങിപ്പോയത്. അപ്പൊ പിന്നെ മാനേജ്മെന്റ് തീരുമാനത്തിലേക്ക് എത്തി പറഞ്ഞേക്കണം. മാനേജ്മെന്റ് അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, അടച്ചുപൂട്ടാൻ തന്നെയല്ലേ? അടച്ചുപൂട്ടാൻ തന്നെയാണ് മാനേജ്മെന്റ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ അത് അടച്ചുപൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എല്ലാം അവതാളത്തിലാവും. എത്രയും പെട്ടെന്ന് നമ്മുടെ വ്യവസായ മന്ത്രിയും കൂടി ഇടപെട്ടതൊന്ന് നമുക്ക് ഇത് വീണ്ടും റീവർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. തൊഴിലാളികൾ മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ടല്ലേ? ഞങ്ങൾക്ക് CITU യൂണിയനോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. കാര്യം ഞങ്ങളിവിടെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. ഞങ്ങളെല്ലാവരും ഈ പറയണ നിരക്കടക്കം എല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നു. ഇനി നമ്മൾ തുടർന്നു പോകണം, ഇത് തുടർന്നു പോകണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് പൂട്ടിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇത് വിട്ട് കഴിഞ്ഞിട്ട് വേറെ ഒരു ജോലി ചെയ്യാൻ അറിയാമല്ലോ. ഞങ്ങൾ വേറെ ഒരു സ്കിൽഡ് ലേബർ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഈ ലോഡിങ് തൊഴിൽ മാത്രമേ അറിയാമുള്ളൂ. ഞങ്ങൾക്ക് ഇത് വിട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 45 പേരുടെ ജോലിയാണ് ഈ പോണത്. അപ്പം അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം കമ്പനിയായിട്ട് മെയിനായിട്ട് CITU യൂണിയൻ തന്നെയാണ് ഇതിൽ താഴത്തോട്ട് വരേണ്ടത്. കാര്യം അവർ തീരുമാനിച്ചാലേ ഇതിനി മുന്നോട്ട് പോകുള്ളൂ. അവർ പൂട്ടിച്ച് അടങ്ങോളെന്നുള്ള ഒരു നിലപാട് വിട്ടിട്ട് താഴത്തോട്ട് ഇറങ്ങി അവരുടെയും 10 തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ 17 തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയെങ്കിലും അവസ്ഥ ആലോചിച്ചിട്ട് അവർ താഴത്തോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേവല തൊഴിലാളികൾ മാത്രമല്ലല്ലോ, ഈ ചുറ്റുപാടുകളുള്ള പല സ്ഥാപനങ്ങളും ഇതിനെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്, അല്ലേ? അതന്നെ, ഇവിടെ ചുറ്റുഭാഗത്തുള്ള ഡ്രൈവർമാര്, വാഹനങ്ങള്, ഇത് ഇവിടെയുള്ള ആളുകളൊക്കെ ഈ സ്ഥാപനത്തെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് വളരെ സുഗമമായിട്ട് നടന്നുകൊണ്ട് വരുന്നത്. ഇവിടെ INTUC എന്നുള്ള ഒരു യൂണിയൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ഈ CITUവിനകത്ത് വന്നേക്കുന്നത്. അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത്. നമ്മൾ മാനേജ്മെന്റായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് നമ്മൾക്ക് പണിയും പോയത് നമുക്ക് ന്യായമായ വേതനം കിട്ടാവുന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ നടത്തി യൂണിയൻ നേതൃത്വവും എല്ലാം ചർച്ച നടത്തി അവർ മാന്യമായി നമ്മളായിട്ട് സംസാരിച്ച് നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊന്നും നടപടിയാവില്ല എന്ന നിലയിലാണ് CITU ഒരു നിലപാടെടുത്ത് പോണത്. ഇത്തരം പേരെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ട് ഇത്തരം ആളുകളുടെ മക്കളുടെ വിദ്യാഭ്യാസം, ഇത് വീട്ടിലെ കാര്യങ്ങൾ, വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ അവരുടെയൊക്കെ ജീവിത സാഹചര്യം മൊത്തം ഇപ്പൊ താറുമാറായി. ഇപ്പൊ കണ്ടല്ലോ, ഇവിടെ മൊത്തത്തിൽ ഒരു വണ്ടി പോലും കയറി വരെ ഇവിടുന്ന് ലോഡ് ചെയ്യേ ഒന്നുമില്ല. അത് വന്നിട്ട് രാവിലെ വന്ന് വെറുതെ ഇരുന്നിട്ട് ഇത് സമയമാകുമ്പോൾ ഇറങ്ങിപ്പോണ ഒരു അവസ്ഥയാണ്. കുറെ ആളുകൾ ലീവ് എടുത്തിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് കുറെ ആളുകൾ ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ CITU ആ കടുത്ത നിലപാട് മാറ്റി INTUCയുടെ ഒരു നിലപാടിലേക്ക് വരണം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ജനങ്ങളുടെ ഈ തൊഴിലിനെ ബാധിക്കുന്ന ഈ സംരംഭത്തിൽ ഇത് എല്ലാവരും കൂടി ഒന്നിച്ചിന്ന് നമ്മുടെ ഇത് മാനേജ്മെന്റായിട്ട് ഒത്തൊരുമയോടുകൂടി നിന്ന് വളരെ നല്ല രീതിയിൽ പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എപ്പോഴും വരും അല്ലെ? ഒരു ലോഡ് പോലും ഒന്നും വരുന്നില്ല, ഒരു സാധനം വരില്ല. എത്ര ദിവസമായി ഇപ്പോൾ ഒരാഴ്ചത്തോളം ഈ അവസ്ഥയിൽ നിൽക്കുന്നത്.
ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിലേക്കും ഒന്നും കൊണ്ടുപോകാനില്ല, ഒന്നുമില്ല. അപ്പൊ വന്ന് പണിയെടുത്താലേ എന്തെങ്കിലും നമുക്ക് പൈസ കിട്ടുള്ളൂ. പണിയില്ലെങ്കിൽ കമ്പനി നമുക്കൊന്നും തരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ പിടിവാശിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത് അല്ലെ? മാന്യമായി പൈസ കിട്ടുന്ന ഒരു സ്ഥാപനമായിരുന്നു. അത് എല്ലാവരും കൂടി ഇല്ലാണ്ടായ രേണുക, ഇതാണ് അവസ്ഥ. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വളരെ വിശാലമായ ഒരു വെയർഹൌസ് ആണ് ഇവിടെ ഉള്ളത്. പലതരത്തിലുള്ള തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. വാഹനങ്ങളും അനീഷ്, ഇതിൽ ഉയരുന്ന സംശയം, ഈ പ്രശ്നം വളരെ ദിവസങ്ങളായി ഉള്ളതാണോ? ഇതിനകം എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നടന്നിട്ടുണ്ടോ? ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനം നിർത്തിയതായി ലേബർ വകുപ്പിന് നോട്ടീസും കമ്പനി നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സാധ്യതകൾ, അങ്ങനെ നോട്ടീസൊക്കെ സ്ഥാപനം പൂട്ടിയതായി നൽകി കഴിഞ്ഞിട്ട് ഇനി ഒരു ഒത്തുതീർപ്പിനോ പ്രശ്നപരിഹാരത്തിനോ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഒത്തുതീർപ്പിനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് തൊഴിലാളികളുടെ വിശ്വാസം. കാരണം ഈ ലേബർ ഓഫീസിൽ ഈ ക്ലോഷർ നോട്ടീസ് നൽകിയ ശേഷം പടിപടിയായി അവർ ഇവിടേക്ക് ലോഡ് എത്തിക്കുന്നത് പൂർണ്ണമായിട്ട് അവസാനിച്ചു. നമുക്ക് ഈ ദൂരം നിന്ന് നോക്കിയാൽ തന്നെ കാണാം, സാധാരണഗതിയിൽ ഈ ഗോഡൌണിൽ നിറഞ്ഞ് സാധന സാമഗ്രികൾ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഒരു സാധന സാമഗ്രികൾ പോലും ഇല്ലാത്ത വിധം ശൂന്യമായി മാറിയിരിക്കുന്നു. കാരണം ഒരു തൊഴിലാളിക്ക് മാത്രം ഒരു ദിവസം 7 ടണ്ണോളം ലോഡിങ്ങിനായി കയറ്റിറക്കിന് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇത്തരത്തിൽ 65 തൊഴിലാളികൾ, ഒപ്പം കമ്പനിയുടെ ജീവനക്കാരായ ആളുകൾ അകത്ത്, അവർക്കെല്ലാവർക്കും ഒരു പൂർണ്ണ ദിനം കൃത്യമായി ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഈ സ്ഥലത്തേക്ക് സാധനങ്ങൾ, ചരക്കുകൾ എത്തിക്കുന്നത് പൂർണ്ണമായും ഈ തൊഴിലുടമ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ മറ്റിടങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചാൽ മതി. എനിക്കുണ്ടാകുന്ന ഒരു സംശയം, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും വലിയ ബ്രാഞ്ചുകളുള്ള ലോജിസ്റ്റിക് മേഖലയിലെ വലിയ ഒരു കമ്പനി അവരുടെ ഒരു ബ്രാഞ്ച് നിർത്തുന്ന തരത്തിലേക്ക് വന്നിട്ട് ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. നമുക്കറിയാം, എപ്പോഴും വ്യവസായ സൗഹൃദമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്ന മുഖ്യമന്ത്രി വ്യവസായ മന്ത്രിയാണ് നമുക്കുള്ളത്. ആ വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് വരുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഇതുവരെ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രത്യേകിച്ച് CITUവിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലിൽ ആ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും. നമുക്ക് തൊഴിലാളികളോട് ചോദിക്കാം, ഇത് എത്ര വട്ടം ചർച്ചകളൊക്കെ നടന്നോ? എങ്ങനെയായിരുന്നു ചർച്ചകൾ നടന്നപ്പോൾ ഈ മാനേജ്മെന്റിന്റെയും CITUവിന്റെയും ഒക്കെ നിലപാട്? 3 പ്രാവശ്യം ചർച്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മാനേജറിൻ്റെ അഭിപ്രായം, ഇപ്പോൾ INTUCക്കാർ CITUക്കാരും ചർച്ച ചെയ്യുന്നതിനകത്ത് മറ്റവരുടെ ആ ഒരു നിലപാട് മോശമായതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ 2 കൂട്ടരും ഒരു നല്ല രീതിയിൽ പറഞ്ഞാൽ മാത്രമേ ഈ ചർച്ച ഇതാവത്തുള്ളൂ. പക്ഷെ ഒരു തരത്തിലും അവർ ഇതിലേക്കും കൂടെ യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇപ്പം അവർ പിന്തള്ളി മാറിയത്. ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ്? ആദ്യം ഫാക്ടറിക്കുള്ളിൽ നടന്നു, പിന്നെ പുറത്ത് നേതാക്കളൊക്കെ എത്തി നടന്നു. അത് ഏത് തരത്തിലാണ് ചർച്ചകൾ നടന്നത്? ആദ്യം ഇത് നമ്മുടെ യൂണിയൻ നേതൃത്വമായിട്ട് വെവ്വേറെ സെപ്പറേറ്റ് ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം കമ്പനിയുടെ ഓഫീസിൽ വെച്ച് ഇത് രണ്ട് യൂണിയന്റെ നേതൃത്വമായിട്ട് ചർച്ചകൾ നടന്നത്. ഞങ്ങളിത് പൂട്ടാതിരിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് INTUCയുടെ യൂണിയൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ INTUCയുടെ പ്രസിഡന്റ് ശ്രീ സനോജ് മോഹനാണ്. B ശശിധരൻ നേതാവായിരിക്കുന്ന സമയത്താണ് ഇത് തുടങ്ങുന്നത്. അന്ന് മുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടുവന്നിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും INTUC ഈ കമ്പനി നിർത്താതെ തൊഴിലാളികളുടെ ജീവിതത്തിന് വേണ്ടി തുടർന്നു പോകുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. യോഗത്തിൽ CITU എന്താണ് പറയുന്നത്? CITU പറയുന്നത് അവർക്ക് 200 രൂപ ടണ്ണിന് വേണമെന്നാണ്. അത് കടുത്ത നിലപാടാണ്. ഒരു ചർച്ചക്ക് പോലും ഇരിക്കാതെ സാറുമാർ വിളിച്ചിട്ട് പോലും ഇരിക്കാതെ എഴുന്നേറ്റ് പോവുകയായിരുന്നു പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് വളരെ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത രീതിയിലാണ് അവര് ഇതിനോട് അവരുടെ ഉദ്ദേശം. രേണുക, ഇതാണ് അവർ പറയുന്നത്. കാരണം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. 200-ൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കില്ല എന്ന ശക്തമായ നിലപാടിലേക്ക് CITU നീങ്ങുന്നതോടുകൂടി മറ്റ് ചർച്ചകൾക്കുള്ള സാധ്യതകൾ കൂടി ഇല്ലാതായിരിക്കുക. എന്തായാലും 3 റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞു. ഇതിനുശേഷമാണ് മാനേജ്മെന്റ് ഒരു വലിയ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയും അവർ ഈ ക്ലോഷർ നോട്ടീസ് ലേബർ വകുപ്പിന് നൽകുകയും പിന്നീട് ഇവിടത്തേക്കുള്ള ചരക്ക് എത്തിക്കൽ നിർത്തുകയും ചെയ്തിരിക്കുന്നത്. ഒരാഴ്ചയായി ഈ തൊഴിലാളികൾ എന്നും രാവിലെ ഇവിടെ വരും. വൈകുന്നേരം വരെ ഏതെങ്കിലും ലോഡ് എത്തുമോ എന്ന പ്രതീക്ഷയിലെത്തും. പക്ഷേ ഈ മാനേജ്മെന്റ് കൃത്യമായൊരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് ലോഡ് എത്താത്ത തിരിച്ചെത്താം. ഇപ്പോൾ ജനപക്ഷം നേതാവ് ബെന്നി ജോസഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബെന്നി, എറണാകുളം ഏലൂരിൽ വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്ന വാർത്തയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CITUവിന്റെ പിടിവാശിയിൽ VRL ലോജിസ്റ്റിക്സിന്റെ ഏലൂരിലെ ഡിപ്പോ അടച്ചുപൂട്ടുന്നു. അവിടുത്തെ 150ഓളം വരുന്ന ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ്. ഇവർ കുറഞ്ഞ
കൂലിയിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായവർക്കും ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? വ്യവസായ സൗഹൃദമെന്ന് നമ്മൾ പറയുമ്പോൾ പോലും നിലവിലുള്ള വലിയ ഒരു സ്ഥാപനത്തിന് അവരുടെ ബ്രാഞ്ച് ഏലൂരിൽ പൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയും മോഹൻലാലിന്റെ ദാക്ഷായണി ബിസ്ക്കറ്റും ഇന്നും കേരളത്തിൽ ഓടുമ്പോൾ പലരും തിയേറ്ററിൽ ഇരുന്ന് കരയും. അതിൽ വരവേൽപ്പ് എന്നുള്ള സിനിമ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ ഒരാളാണ് ഞാൻ ബെന്നി ജോസഫ്. 28 വർഷം ദുബായിൽ പണിയെടുത്ത് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു വുഡ് ഇൻഡസ്ട്രി തുടങ്ങി. പാർട്ടിക്കാരും ഇവരും കൂടി പിരിവ് ചോദിച്ചത് കൊടുക്കാഞ്ഞിട്ട് കഷ്ടപ്പെടുത്തിയ ഒരു വ്യവസായം പൂട്ടിയ ആളാണ് ഞാൻ. രണ്ടാമത്, ഇന്നലെയോ മിഞ്ഞാന്നോ MV ഗോവിന്ദൻ സാർ ഒരു കാര്യം പറഞ്ഞു, പാർട്ടി ഓഫീസുകളെല്ലാം കോടതിയായി മാറണമെന്ന്. ആ കോടതികൾ തുറന്ന ചർച്ച, ജനം അറിയുന്ന വിധത്തിലായിരിക്കണം ചർച്ച. ഒരു 3-4 വീഡിയോ ക്യാമറ വെച്ച് ലൈവ് ഇട്ടിട്ടായിരിക്കണം ചർച്ച. അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് പണ്ടും കോടതി മുറികളാണ്. പല സെറ്റിൽമെന്റും കാശ് മേടിച്ചും പല ആനുകൂല്യങ്ങളും കൈപ്പറ്റി പാർട്ടി ഓഫീസിൽ കാര്യങ്ങൾ സെറ്റിൽ ആവണത് ഇവിടെ എല്ലാവർക്കും പകൽ പോലെ അറിയാം. നമ്മുടെ ഇവിടെ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നെ ശ്രവിക്കുന്ന ന്യൂസ് 18 എല്ലാ പ്രേക്ഷകരും ഒന്ന് ചിന്തിച്ചു നോക്ക്. ട്രേഡ് യൂണിയൻ തുറന്നു കൊടുത്ത ഒരു കമ്പനിയുടെ പേര് പറയാമോ? ട്രേഡ് യൂണിയനും രാഷ്ട്രീയ പാർട്ടിയും പൂട്ടിച്ച കമ്പനിയുടെ പേര് ഞാൻ 1000 എണ്ണം പറയാം. ഇവര് മധ്യസ്ഥ ചർച്ച ചെയ്ത് മുതലാളിയും കൂടി ഇവിടെ ജീവിക്കാം, മുതലാളി ഉണ്ടെങ്കിലേ തൊഴിലാളി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ കാണിച്ചു കൂട്ടുന്ന ഗുണ്ടായിസം. പോലീസ് സ്റ്റേഷനിൽ ഒന്നും നമ്മൾ ചെന്ന് സാധാരണക്കാരൻ ഒരു പരാതി പറഞ്ഞാൽ പാർട്ടിയുടെ മോളിൽ പോലീസ് പോവില്ല. എടപ്പള്ളിയിൽ ഒരു പാവപ്പെട്ടവൻ ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ട് വാടക കൊടുത്തിട്ടില്ല, അതിന് കേസ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വാടക കൊടുത്തില്ലെങ്കിൽ അതൊരു തെറ്റാണ്. തീർച്ചയായും ആ വാടക കൊടുക്കാത്ത ഉടമസ്ഥന്റെ സൈഡും അല്ല ഞാൻ. പക്ഷെ അവിടെ എങ്ങനെയാണ് പാർട്ടി ഗുണ്ടകൾ പോയി തല്ലിപ്പൊളിക്കുകയും, അതും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രിയും ചില പാർട്ടി നേതാക്കന്മാരും പോയി അവിടെ ചെളി ഗുണ്ടടിച്ച് എടപ്പള്ളി ലുലുവിന്റെ അടുത്താണ്. ഇതൊക്കെ പത്രമാധ്യമങ്ങൾ അറിയുന്ന വാർത്തകൾ വളരെ കുറവാണ്. നിങ്ങൾ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങ്. ഇവിടെ ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ ആളിലെ മിക്കവരും, എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, ഒരു 90% നാട്ടുകാരെ പറ്റിച്ച് ഭീഷണിപ്പെടുത്തി തിന്നുന്ന ഒരു വ്യവസായമാണിപ്പോൾ രാഷ്ട്രീയം ഒരു കച്ചവടമാണിപ്പോൾ. അല്ലാണ്ട് സേവനമൊക്കെ ചെയ്യണവരുണ്ട്, വളരെ വിരലിൽ ഉണ്ടാവുന്നത്. ബാക്കി എല്ലാവർക്കും ഇതൊരു ജീവിത മാർഗമാണ്. പല വിധത്തിലുള്ള ഒത്താശ ചെയ്ത് കാശ് മേടിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പൂട്ടിപ്പോണത്. എനിക്ക് ന്യൂസ് 18 പറയാനുള്ളത്, ഈ ഒരു ചർച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ നിർത്തരുത്. ദൈവത്തെ ഓർത്ത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സഞ്ചാരം നടത്തൂ. ഓരോ വ്യവസായ മേഖലയിലും ചെന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ. ഓരോ മുതലാളിയും അവന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഷ്ടപ്പെടുന്ന നിരവധി മുതലാളിമാരെ ഞാൻ നിരത്തി തരാം. പക്ഷെ പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരുത്തന്റെ വീട്ടിലും മദ്യത്തിനും ഇറച്ചിക്കും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെല്ലാം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും എന്ത് വ്യവസായം നടത്തിയാലും 41% കരണ്ട്, വെള്ളം, GST, മറ്റേ ടാക്സ്, മറിച്ച ടാക്സ് ഒക്കെ ആയിട്ട് നമ്മൾ 41% സർക്കാരിലേക്ക് അടക്കുകയും അവർ കറുത്ത കാറ് മേടിച്ച് അമേരിക്കയിലേക്ക് പോയി മൂലക്കുരുവൊക്കെ ചികിത്സിച്ച് അവർ വരും, റൂം ഫോർ വാട്ടർ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരു മുതലാളി സമ്പാദിക്കുന്നത് ഇന്ന് 10%. ടണ്ണിന് 150 രൂപയായിരുന്ന കൂലി 200 രൂപയാക്കണമെന്ന് CIT ആവശ്യപ്പെടുന്നു. അത് തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി കിട്ടാനുള്ള അവരുടെ ഒരു ഇടപെടലാണ്. പക്ഷേ അവരുടെ തന്നെ ദുരിത സാഹചര്യം കൊണ്ടായിരിക്കും മറുവിഭാഗത്തിലുള്ള തൊഴിലാളികൾ, ഒപ്പം രാഷ്ട്രീയമായ കാരണങ്ങളും കാണും. CIT ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ INTUC-യിലുള്ളവർക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളും ഉണ്ടാകും. അതിൽ കുറച്ച് 160 രൂപയ്ക്ക് അവർ ജോലി ചെയ്യാമെന്ന് പറയുന്നു. തൊഴിലാളികൾക്ക് ശമ്പളം കൂടുതൽ കിട്ടാൻ ഉള്ള ഒരു ഇടപെടലാണ് CIT-ന്റെ ഭാഗത്തുനിന്നും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ല, ന്യായമായ ശമ്പളം കൊടുക്കണം. ഏതൊരു മുതലാളിയും തൊഴിലാളികളെ വഞ്ചിച്ച് തൊഴിലാളികൾക്ക് പണിയെടുക്കാണെന്ന് കൂലി കൊടുക്കാണ്ട് പോകുന്ന ഒരു കമ്പനീനെയും ബെന്നി ജോസഫ് അരിയാഹാരം കഴിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ മുതലാളിയുടെ വീട് കച്ചവടം നടത്തി പൊളിഞ്ഞ് പട്ടിണിയും ജപ്തിയായിട്ടിരിക്കുമ്പോൾ ഒന്ന് സഹകരിക്കണം, സത്യം അറിഞ്ഞിട്ട്. അല്ലാണ്ട് 2 തരം മുതലാളിമാരുണ്ട്. എപ്പോഴും അമേരിക്കയിലും സിംഗപ്പൂരും കെട്ടിയോളുമായിട്ട് പോയിട്ട് നഷ്ടം എന്ന് പറയും. അതല്ല, എനിക്കറിയാവുന്ന കുറെ മുതലാളിമാരെ ന്യൂസ് 18 മുമ്പിൽ ഞാൻ നാളെ നിരത്തി തരാം. ഈ ഡിസംബർ 31 ഞാനും നിങ്ങളും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് പപ്പാനീനെ കത്തിച്ച് മദ്യവും മദ്രാശിയായിട്ട് അടിച്ചു പൊളിച്ച്
DJ ചെയ്യുമ്പോൾ 2200 ജപ്തി കേരളത്തിൽ നടന്നത് നിങ്ങൾ ഏതെങ്കിലും പത്രക്കാരെ അറിഞ്ഞിട്ടുണ്ടോ? 2200 ജപ്തികളാണ് ഡിസംബർ 31 കേരളത്തിൽ നടന്നത്. ചട്ടിയും കട്ടിയും അപ്പനും അമ്മയും അമ്മൂമ്മയും മക്കളുമായിട്ട് വീട് വിട്ടിറങ്ങിയവർ അതിൽ ചിലർ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ മുതലാളി എന്ന് ഒരാളെ മുദ്ര കുത്തുമ്പോൾ ആ കമ്പനിയുടെ നടത്തിപ്പും കൂടി തൊഴിലാളികൾ അറിയണം. തൊഴിലാളികൾ ശമ്പളം മാത്രം നോക്കിയാൽ പോരാ. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, പണിയെടുക്കുന്നവന് കൂലി കൊടുക്കണം. തൊഴിലാളികളുടെ പിച്ചക്കാശ് കൊണ്ട് ആരും ഇവിടെ മുതലാളി ആവണ്ട. ഞാൻ തൊഴിലാളികളുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയ കുറുക്കന്മാർ, ട്രേഡ് യൂണിയൻ കുറുക്കന്മാർ ഇതിന്റെ പേരിൽ ബെൻസും BMW അടിച്ച് മിക്ക ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും ബാങ്ക് ബാലൻസും അവരുടെ ബിനാമി ഇടപാടുകളും ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾ ഞെട്ടും. പ്രത്യേകിച്ചും കൊച്ചിൻ പോർട്ടിന്റെ, വെള്ളാർപാടം ടെർമിനലിന്റെ, എയർപോർട്ടിന്റെ വലിയ വലിയ സ്ഥലത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ആസ്തി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടുത്തെ വലിയ മുതലാളിമാർ ഞെട്ടിപ്പോവും. ഏതായാലും VRL ലോജിസ്റ്റിക്സ് അവരുടെ ബ്രാഞ്ചുകൾ വർദ്ധിപ്പിക്കുകയാണ്, അവരുടെ ഓഹരി മൂല്യം ഉയരുകയാണ് എന്നതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ജീവനക്കാരുടെ ഇഷ്യൂ, ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, CIT ഉയർത്തിപ്പിടിക്കുന്ന ഇഷ്യൂ എത്രമാത്രം എന്നത് അവരോട് തന്നെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. അനീഷ്, ഈ തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളം കിട്ടണമെന്നൊരാവശ്യം എല്ലാ തൊഴിലാളികളിലും അവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉയർന്നൊരാവശ്യത്തിൽ ഇപ്പോൾ 200 എന്ന ഒരു നിലപാട് CIT എടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഭിന്നിപ്പാണോ ഇത്? അതോ ഇപ്പോൾ മാന്യമായ ശമ്പളം എന്നത് അവർ ആത്മാർത്ഥമായി തന്നെ പറയുന്ന കാര്യമാണോ? രൂപയാണ് അവർക്ക് ഒരു ടണ്ണിന് ശമ്പളമായി ലഭിച്ചുകൊണ്ടിരുന്നത്. അത് 20 രൂപ വർദ്ധിപ്പിക്കാമെന്ന് മാനേജ്മെന്റ് അറിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. 20 രൂപ എന്ന് പറയുമ്പോൾ താരതമ്യേന കുഴപ്പമില്ലാത്ത വർധനവാണ് എന്ന് തൊഴിലാളികൾ. ശരി, ശബ്ദത്തിന് എന്തോ വ്യക്തത കുറവുണ്ട് അനീഷ്. ഞാൻ അനീഷിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ INTUC നേതാവ് KP ഹരിദാസ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ KP ഹരിദാസ്, ഇവിടെ ഈ VRL ലോജിസ്റ്റിക്സിൽ ഉണ്ടായിട്ടുള്ള വിഷയം, ഏരൂരിലെ അവരുടെ ബ്രാഞ്ച് അവർ പൂട്ടുകയാണ്. CITയുടെ കടുംപിടുത്തമാണ് അത് പൂട്ടാൻ കാരണമായിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന 150ഓളം വരുന്ന തൊഴിലാളികൾ ആശങ്കയിലാണ് എന്നൊരു വാർത്തയാണ് നമ്മൾ നൽകുന്നത്. ആ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണോ? അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ കേട്ടായിരുന്നു, നിലവിലുള്ള കൂലിയിൽ തന്നെ പണിയെടുക്കാൻ INTUC തൊഴിലാളികൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് CITയുടെ പിടിവാശി കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ഒരു വാശിയേറിയ നിലപാടിലേക്ക് INTUC കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പോകാറില്ല. കാരണം ഇപ്പൊ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്, ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഉള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി കേരളത്തിൽ നിന്ന് പോകാനായിട്ട് ഞങ്ങളായിട്ട് ഒരു കാരണക്കാരാവരുത് എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഈ നിങ്ങൾ സഹകരിക്കുന്നു എന്നതേ ഉള്ളൂ അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തുക കുറവാണ് എന്നൊരു ആക്ഷേപം നിങ്ങളെ സംബന്ധിച്ചുമുണ്ടോ? അപ്പോ എന്തിന്റെ തുക കൂടുതലാണെന്ന് കയറ്റിറക്കിന് കൊടുക്കുന്ന ഈ നിലവിലുള്ള കൂലിയിൽ പണിയെടുക്കാൻ ഞങ്ങളുടെ തൊഴിലാളികൾ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. മതിയായ തുകയാണോ ഇപ്പോൾ ലഭിക്കുന്നത്? അതിൽ വ്യത്യാസമുണ്ട്. അത് ചർച്ച ചെയ്തൊക്കെ അല്ലേ തീരുമാനിക്കേണ്ടത്. ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂലി കൂടുതലോണ് വേണമെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഒരു രമ്യമായ തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതെ, ഉയർന്ന തുക കിട്ടിയാൽ തൊഴിലാളികളെ സംബന്ധിച്ചത് ആശ്വാസകരമാണ്. പക്ഷേ ഒരിക്കലും സ്ഥാപനം പൂട്ടിപ്പോകരുത്, നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂലി ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് അവിടെയുള്ള തൊഴിലാളികളും പറയുന്നത്. ഇതിൽ കൂടുതൽ ചർച്ചകൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? ഇപ്പോൾ ലേബർ വകുപ്പിന് ഇത് പൂട്ടി എന്ന് കാട്ടി അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ ചർച്ചകൾക്കോ പ്രശ്നപരിഹാരത്തിനോ സാധ്യതയുണ്ടോ? മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവണം. ലേബർ ഡിപ്പാർട്ട്മെന്റിനെ ഇടപെടുത്തി നമുക്കത് രമ്യമായി പരിഹരിക്കാൻ പറ്റുമെന്നാണ് എന്റെ ധാരണ. CITയുടെ നേതാക്കളോടൊക്കെ പറഞ്ഞ് അവരും ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ ദുർവിധിയാണ് ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂട്ടിപ്പോവുക. അവസാനം ഇവിടുത്തെ തൊഴിലാളികൾക്ക് മൊത്തത്തിൽ പണിയില്ലായി. വല്ലാർപാടത്ത് ഇതുപോലെ തന്നെ അവസ്ഥ ഉണ്ടായിട്ട് മറുനാടൻ തൊഴിലാളികൾ വന്ന് പണിയെടുക്കുക. വല്ലാർപാടം എന്ന് പറഞ്ഞാൽ എന്റെ നാടാണ്, മുളകുപാടിന്റെ ഒരു ഭാഗമാണത്. അവിടെയും വന്നിരിക്കുന്ന 53 കുടുംബങ്ങൾ ഇപ്പൊ പട്ടിണിയിലാണ് കഴിഞ്ഞ 2 മാസമായിട്ട്. അപ്പൊ അതുകൊണ്ട് വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ് ഈ ഏലൂരെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നിട്ട് പോലും ഈ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഇവിടെ വ്യവസായ സൗഹൃദം അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ നിലവിലുള്ള ഒരു വ്യവസായം തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അപ്പോൾ പോലും ഇടപെടലുകൾ വൈകുന്നതിലൊക്കെ പരാതിയുണ്ടോ? തീർച്ചയായിട്ടും ഇടപെടണം. രാജീവ് നമ്മുടെ നാട്ടുകാരാണ്. അങ്ങേർക്ക്
ഈ ആ മേഖലയുടെ സമസ്ത കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം കൂടി ഇടപെട്ട് അത് അടച്ചുപൂട്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇടപെട്ടാൽ അത് പെട്ടെന്ന് തീർക്കാവുന്ന കാര്യമുള്ളതാണ് എന്റെ വിശ്വാസം. ശരി, വളരെ നന്ദി ശ്രീ കെ പി ഹരിദാസ് ഞങ്ങളോട് സഹകരിച്ചതിന്. ഒരുപക്ഷെ വ്യവസായ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മളുടെ വാർത്ത അതിന് സഹായിക്കുന്നുവെങ്കിൽ അത്രയും നല്ലത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ വ്യവസായ മന്ത്രി ഇടപെട്ടാൽ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നതാണ് INTUC നേതാവ് ഉൾപ്പെടെ പറയുന്നത്. വ്യവസായ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനോടകം വന്നിട്ടുണ്ടോ? എന്താണ് നമുക്ക് അതേക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അതേക്കുറിച്ച് അത്ര ധാരണയില്ല. കാരണം പക്ഷേ 3 വട്ടം ചർച്ചകൾ നടന്നു. ഈ CATUവിൻ്റെ മറ്റുമൊക്കെ പുറത്തുനിന്നുള്ള നേതാക്കൾ, കളമശ്ശേരി മേഖലയിൽ നിന്നുള്ള നേതാക്കളുമൊക്കെ എത്തിയാണ് ചർച്ചകൾ നടത്തിയത് എന്ന് ഈ തൊഴിലാളികൾ പറയുന്നു. അതുകൊണ്ട് തീർച്ചയായും CATUവിൻ്റെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ CATU ജില്ലാ നേതൃത്വത്തിൻ്റെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെട്ടിരിക്കാമെന്നാണ് പറയാൻ കഴിയുന്നത്. CATUവിൻ്റെ മറ്റു വലിയ നേതാക്കളെയൊക്കെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ വിഷയം അറിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തീർച്ചയായും ഇത് ഒരു വാർത്തയായി മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ CATUവിന്റെ ഭാഗത്തു നിന്നും ഒപ്പം മന്ത്രി പി രാജീവിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയും. എന്തായാലും നിലവിൽ ഒരു മാന്യമായ ശമ്പള വർധനവുണ്ട് എന്ന് തന്നെയാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. കാരണം ഒരു മാസം 10-30,000 രൂപയ്ക്കടുത്ത് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാപനം, ESI PF പോലുള്ള ആനുകൂല്യങ്ങളുള്ള സ്ഥാപനം, വളരെ കൃത്യമായി തന്നെ ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം എന്ന രീതിയിലൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കാം. അല്ലാതെ വലിയൊരു ശമ്പള വർധന എന്ന ആവശ്യത്തിലേക്ക് തങ്ങൾ തന്നെ പോകുന്നില്ല എന്നും ഈ തൊഴിലാളികൾ പറയുന്നു. അവർക്ക് നിലവിലുള്ള വരുമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ചിന്തിക്കാൻ വയ്യ. പ്രശ്നപരിഹാരം വളരെ വേഗത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിന് നമ്മളുടെ വാർത്ത വഴിവെക്കട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കാം. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള. സജി ചെറിയാന്റെ 2ാം വരവ്. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ വൈകിട്ട് നടക്കും. 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന സിനിമ, സാംസ്കാരിക വകുപ്പുകൾ തന്നെ സജി ചെറിയാന് ലഭിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്ന് സജി ചെറിയാൻ പ്രതികരിച്ചു. എല്ലാവരുടെയും പിന്തുണയും സഹായവും വീണ്ടും അതായത് ഒരു 5 ടേണാണ്. അതിനിടയിൽ വീണ്ടും 2ാമത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാജ്ഭവനിലേക്ക് പോവാണ്. എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകണം. വകുപ്പുകളെ സംബന്ധിച്ച് എന്തെങ്കിലും VV വിനോദുണ്ട് വിവരങ്ങളുമായി. വിനോദ്, രാജ്ഭവനിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ചടങ്ങിനുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എല്ലാവരും എത്തിയോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിനോദ്, കേൾക്കാമോ? വിനോദ് അല്പസമയത്തിനകം ചേരും. എന്തായാലും സത്യപ്രതിജ്ഞ 4 മണിക്കാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രതിപക്ഷം പക്ഷേ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. ഇന്ന് അവർ കരിദിനമായി ആചരിക്കുകയാണ്. BJPയും പ്രതിഷേധത്തിലാണ്. അവർ ഇന്ന് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഈ ദിവസം പ്രതിഷേധ സൂചകമായി തന്നെയാണ് അവർ ഈ ദിവസം അങ്ങനെ ആചരിക്കുന്നത്. ഓക്കെ, വിനോദിലേക്ക് നമുക്ക് തിരിച്ചെത്താം. സജി ചെറിയാനെ നിയമവ്യവസ്ഥ പ്രകാരം കുറ്റവിമുക്തനാക്കിയിട്ടില്ലെന്ന് VD സതീശൻ പറഞ്ഞു. സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുകയോ വീഡിയോ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല. ഗോൾവാൾക്കറുടെ വിചാരധാരയിലെ കാര്യങ്ങളാണ് സജി ചെറിയാൻ പറഞ്ഞത്. UDF ഗവർണറുടെ കൂടെയല്ല, മുഖ്യമന്ത്രിയുടെ കൂടെയുമല്ല. 2 പേരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഭരണഘടനയെ അധിക്ഷേപിച്ച പ്രസംഗത്തെ സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ട്. ആ കേസ് ഇപ്പോഴും കോടതിയുടെ മുമ്പിലാണ്. വീണ്ടും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിൽക്കുന്നു. ആ ഹൈക്കോടതിയോ മജിസ്ട്രേറ്റ് കോടതിയിലോ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടത്തി സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല.
ഇവിടെ പോലീസ് അന്വേഷിച്ചു. ഈ പോലീസ് സാക്ഷിമൊഴികൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. 39 പേര് മൊഴിയെടുത്തിട്ട് സാക്ഷിമൊഴികൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. വീഡിയോ കൊടുത്തിരുന്നു, കോപ്പി കൊടുത്തു, രണ്ടും കൊടുത്തിരുന്നു. ഇത് സാധാരണ ഇങ്ങനൊരു സംഭവം വന്നാൽ ഇത് ഒരു ഫോറൻസിക് ലാബിൽ വിട്ട് പരിശോധിക്കും. ഇത് വ്യാജമാണോ, ആരെങ്കിലും എഴുതി ചേർത്തതാണോ, അതോ ഇദ്ദേഹം തന്നെ പ്രസംഗിച്ചതാണോ, എഡിറ്റ് ചെയ്ത് ചേർത്തതാണോ എന്നൊക്കെ പരിശോധിക്കും. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഈ പ്രസംഗം വിട്ടിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പോലീസ് ഇത് കണ്ടെത്തിയതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. RSSന്റെ ആചാര്യനായിരുന്ന ഗുരു ഗോൾവാൾക്കർ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, വിചാരധാര എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങളാണ് സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. സജി ചെറിയാൻ വിഷയത്തിൽ ഗവർണർ മലക്കം മറിഞ്ഞെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഡൽഹിയിൽ. മുഖ്യമന്ത്രി നടത്തിയ ചില ഓപ്പറേഷനുകളെ തുടർന്നാണോ ഗവർണറുടെ നിലപാട് മാറ്റം എന്ന് സംശയിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. ഇനി ഞാൻ വാചകടിച്ച കക്ഷി ഇന്നലെ മലക്കം പറഞ്ഞു. അത് ഡൽഹിയിലെ മുഖ്യമന്ത്രി നടത്തിയ വല്ല ഓപ്പറേഷന്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഇവർ രണ്ടുപേരും അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ ഒന്നാവും. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി രണ്ടും ഒറ്റക്കെട്ടാന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ മിനിഞ്ഞാന്ന് ഇത് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാത്രി നടന്ന ചില വൃത്തികെട്ട നാടകങ്ങളാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞയിലേക്ക് എത്തിച്ചത്. സജി ചെറിയാൻ മന്ത്രിയായാൽ വീണ്ടും രാജിവെക്കേണ്ടി വരുമെന്ന് BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. ഭരണഘടനയെ സംരക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ വ്യക്തിയാണ് അതിനെ അധിക്ഷേപിച്ചത്. ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയയാളെ വീണ്ടും മന്ത്രിയാക്കുന്നത് ചരിത്രത്തിലാദ്യമാണ്. സജി ചെറിയാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ജാവ്ദേക്കർ പറഞ്ഞു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ BJPയുടെ ഭരണഘടനാ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. For the first time in the country, that a minister who has taken oath to protect Constitution has abused Constitution and he is reinstated. So Saji Cherian will have to go, he will have to resign again, and we demand his resignation. സജി ചെറിയാനെതിരായ കേസ് തീർപ്പാക്കരുതെന്നാവശ്യപ്പെട്ടുള്ള തടസ്സ ഹർജി പരിഗണിക്കുന്നത് തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളത്തേക്ക് മാറ്റി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ കേസ് തീർപ്പാക്കരുതെന്നായിരുന്നു ആവശ്യം. കേസിലെ പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയലാണ് തടസ്സ ഹർജി നൽകിയത്. വളരെ ദുർബലമായ ഒരു റഫർ റിപ്പോർട്ടാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ആ റഫർ റിപ്പോർട്ട് തള്ളിക്കളയണം എന്നുള്ളതാണ് എൻ്റെ ഒരാവശ്യം. അതുകൂടാതെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ മാറ്റി കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കേരള ഗവൺമെൻറ്റിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനകത്ത് കേരള ഗവൺമെൻറ് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റിട്ട് ഹർജിക്കകത്ത് ഒരു തീരുമാനം വരുന്നതുവരെ ഈ കേസ് ഡെഫർ ചെയ്യണം, നീട്ടിവെക്കണം എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രയർ. സർക്കാർ ഗവർണർ പോരിൽ നിർണായക വഴിത്തിരിവ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ചേരാൻ സർക്കാർ തീരുമാനിച്ചു. ഇരുഭാഗവും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിലെ മഞ്ഞുരുക്കൽ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നാളെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് സഭാസമ്മേളനത്തിനുള്ള തീയതി നിശ്ചയിക്കും. സർവകലാശാല വിഷയത്തിൽ തുടങ്ങിയ ഭിന്നത മുഖ്യമന്ത്രിയും ഗവർണറും നേരിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നീണ്ടു. ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് ഗവർണർക്ക് പ്രതിരോധം തീർത്ത BJP, ഇരുപക്ഷത്തെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. അത്തരത്തിൽ അത്യന്തം സംഘർഷം നിറഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം അതാണ് സമവായ വഴിയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. സർക്കാരിനെ അധികം സമ്മർദ്ദത്തിലാക്കാതെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഗവർണറാണ് വിട്ടുവീഴ്ചയുടെ സൂചനകൾ ആദ്യം നൽകിയത്. അത് അംഗീകരിച്ച് സർക്കാരും അതേ മാർഗത്തിലെത്തി. സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന ഗവർണറെ കൊണ്ട് സർക്കാരിന്റെ നയം ഉടൻ പ്രഖ്യാപിക്കേണ്ട എന്നതായിരുന്നു മുൻ നിലപാട്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം അവസാനം ചേർന്ന നിയമസഭാ സമ്മേളനം ഈ മാസവും തുടരാൻ ആലോചിച്ചത്. എന്നാൽ നിയമസഭയുടെ 7ാം സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി ഗവർണറെ അറിയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതോടെ പുതിയ കലണ്ടർ വർഷത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങേണ്ടി വരും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനമാണ് ഇനി ചേരേണ്ടത്. ജനുവരി അവസാന ആഴ്ച നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ചേരും. നാളത്തെ മന്ത്രിസഭാ യോഗം ഇതിന്റെ സമയക്രമം നിശ്ചയിക്കും. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി ആലോചിച്ചാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. സർവകലാശാല ഭേദഗതി അടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ തുടർന്ന് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല.
ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിനോട് വ്യക്തിപരമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യോജിപ്പില്ലായിരുന്നു. എങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം എന്ന നിലയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയാണ് ഉണ്ടായത്. സർക്കാരും അതുതന്നെയാണ് ചെയ്യുന്നത്. നയപ്രഖ്യാപന പ്രസംഗമെന്ന ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗവർണറെ സർക്കാരും അനുവദിക്കും. എത്രനാൾ ഈ മഞ്ഞുതകലും സമവായ പാതയും ഇരുപക്ഷവും തുടരുമെന്നതാണ് അറിയേണ്ടത്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള ഇടനിലക്കാർ BJP നേതാക്കളെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം നേരത്തെ മുതൽ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. കേരളത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണം. ബഫർ സോൺ വിഷയത്തിൽ 26,000 പരാതികൾ ലഭിച്ചിട്ടും 18 പരാതികൾ മാത്രമാണ് പരിശോധിച്ചത്. വനാതിർത്തിയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് എന്നും VD സതീശൻ പറഞ്ഞു. കവിയും ഗാനരചയിതാവുമായ BR പ്രസാദ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സജീവ് സി വാര്യരുണ്ട് വിവരങ്ങളുമായി. സജീവ്, മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഗുരുതരമായ നിലയിൽ കുറച്ചു നാളായി ചികിത്സയിലായിരുന്നു. എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? മരണം സ്ഥിരീകരിച്ചത് ആലപ്പുഴയിലെ മങ്കൊമ്പ് സ്വദേശിയായ BR പ്രസാദ് ഏറെ മാസങ്ങളായി ഇപ്പോൾ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. കലാപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. വളരെ ഗുരുതരമായ അവസ്ഥയിലായി ഏതാനും ആഴ്ചകളായി അദ്ദേഹം തുടരുകയായിരുന്നു. ആലപ്പുഴയിൽ മങ്കൊമ്പ് സ്വദേശി ആണ് അദ്ദേഹം. ടെലിവിഷൻ അവതാരകനായും നാടക മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. കവി, നാടക രചയിതാവ്, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1993 തിരക്കഥാ രചനയിലൂടെ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശം. സംവിധായകൻ പ്രിയദർശന്റെ കിളിച്ചുണ്ടും മാമ്പഴത്തിൽ ഗാനങ്ങൾ എഴുതിയാണ് ശ്രദ്ധേയനായത്. അതിലൂടെയാണ് ഗാനരചനാ രംഗത്തേക്ക് അദ്ദേഹം കടക്കുന്നത്. സീതാകല്യാണം, ജലോത്സവം, വെട്ടം, തട്ടുംപുറത്തച്ഛൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ജലോത്സവത്തിലെ കേരനിരകളാടും എന്ന ഗാനം വളരെ പ്രശസ്തമാണ്. അതുപോലെ കസവിന്റെ തട്ടമിട്ട്, ഒന്നാംകിളി പൊന്നാംകിളി തുടങ്ങിയ ഗാനങ്ങൾ, അത് കിളിച്ചുണ്ട മാമ്പഴത്തിലെ ഗാനങ്ങൾ പ്രശസ്തമായ ഗാനങ്ങളാണ്. വെട്ടത്തിലെ ഒരു കാവിലോല ഞാൻ കണ്ടില്ല തുടങ്ങിയ ഗാനങ്ങളും വളരെ പ്രശസ്തമായ ഗാനങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവ് എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 61 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം സിനിമാ മേഖലയിൽ ഏകദേശം 1993 മുതൽ ഇപ്പോൾ 20 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ പ്രവർത്തനം 30 വർഷത്തോളമായി തുടരുകയായിരുന്നു. അതിനിടയിലാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. മലയാള തനിമയുള്ള ഒരു പിടി ഗാനങ്ങൾ ബാക്കിയാക്കിയാണ് BR പ്രസാദ് യാത്രയാകുന്നത്. സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നാലെ നഴ്സ് മരിച്ച സംഭവത്തിൽ പോലീസ് നടപടിയിൽ വീഴ്ച ആരോപിച്ച് കുടുംബം. പ്രാഥമിക വിവര റിപ്പോർട്ടിൽ അടക്കം ഭക്ഷ്യവിഷബാധയെന്ന് എഴുതാത്തത് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം രംഗത്ത് വന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കാനാണ് പോലീസ് തീരുമാനം. നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ഹോട്ടൽ തുറന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ നഗരസഭ സസ്പെൻഡ് ചെയ്തു. കോട്ടയം നഗരസഭയിൽ ഇടത് ജീവനക്കാരുടെ പ്രതിഷേധം നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സണെ ഇടത് സംഘടനാ ജീവനക്കാർ ഉപരോധിച്ചു. നഗരസഭാ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത നടപടിയിലാണ് പ്രതിഷേധം. നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് ആരോപണം. കണ്ണൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. 58 ഹോട്ടലുകളിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. ഒരിടവേള കൂടി, പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.